കോട്ടയം പൂഞ്ഞാറിൽ വൈദികനെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിലെന്ന സൂചന. സോഷ്യൽ മീഡിയയിൽ വർഗീയവൽക്കരിക്കുന്ന പോസ്റ്ററുകൾക്കെതിരെ നടപടിയുമായി പോലീസും രംഗത്തെത്തുകയാണ്. എന്നാൽ അന്വേഷണം തുടരുന്നതിനിടെ സംഭവം യാദൃച്ഛികമെന്നാണ് പോലീസിന്റെ പോസ്റ്റ്. അറസ്റ്റ് വൈകുന്നതിനെതിരെ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധവും രൂക്ഷമാവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, ഒരുപക്ഷെ ഇത്രത്തോളം ഗുരുതരമായൊരു വിഷയം ഉണ്ടായിട്ട് കൂടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത് ന്യായീകരിക്കുന്ന തരത്തിലേക്കൊരു പ്രതികരണം ഉണ്ടാകുന്നു. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു വിഷയത്തിന് പിന്നിൽ ഒരു ആസൂത്രിത സ്വഭാവം ഉണ്ടെന്ന് വേണ്ടേ കരുതാൻ? അത്തരത്തിൽ തന്നെയാണ് ഉയരുന്ന ആരോപണം. കാരണം ഈ സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ വൈദികരടക്കം ആരോപിക്കുന്നത്. കാരണം ഇതിനു മുമ്പും ഈ പള്ളിമുറ്റത്ത് ഇത്തരത്തിൽ യുവാക്കൾ സംഘം ചേർന്നെത്തുകയും പള്ളി കോമ്പൗണ്ടിനകത്ത് അതിക്രമിച്ചു കയറി അവിടെ ആരാധന തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടികൾക്ക് മുതിരുകയും ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴായി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും അത് പിന്നീട് ഒഴിഞ്ഞു പോവാറാണ് പതിവ്. പക്ഷേ അത് വൈദികന് നേരെ അക്രമത്തിലേക്ക് കടക്കുന്നത് ഇപ്പോഴാണ് എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പള്ളി വികാരി അടക്കം ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ആസൂത്രിതമായിട്ടുള്ള സ്വഭാവമുണ്ടെന്നും ഇത് തീർത്തും യാദൃച്ഛികമല്ല എന്നാണ് വിശ്വാസികളും അതുപോലെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും ക്രൈസ്തവ സംഘടനകളും അതുപോലെ തന്നെ അവിടുത്തെ വികാരിയെല്ലാം ആരോപിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുവരെ ആരുടെയും അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിനു മുൻപേ തന്നെ ഈ സംഭവം യാദൃശ്ചികമായി നടക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ വർഗീയവൽക്കരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയിലെ പോസ്റ്റാണ് കേരള പോലീസിന്റെ ഔദ്യോഗിക ഹാൻഡിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ അന്വേഷണം പുരോഗമിക്കുന്നു, അന്വേഷണം നടക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പ്രതികൾ ആരാണെന്നോ ഈ പ്രതികളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ എന്നത് സംബന്ധിച്ച് പ്രതികളുടെ മോട്ടീവ് എന്താണെന്നത് സംബന്ധിച്ച് ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാകും മുമ്പേ തന്നെ സംഭവം യാദൃശ്ചികമെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പോലീസിന് ഉണ്ടാകുന്നത് എന്ന് ഈ ഒരു പോസ്റ്റിലൂടെ നമുക്ക് സംശയിക്കേണ്ടി വരും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ് പറയാനും കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ സാധിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ ക്ഷേത്രം ഒരു CPM നേതാവ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അത് RSS ആണ് എന്നുള്ള തരത്തിൽ അതിന് പിന്നിൽ RSS എന്ന തരത്തിലുള്ള പലവിധ പ്രചാരണങ്ങൾ വിവിധ പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്ന്, അതായത് CPM അടക്കമുള്ള പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനൊന്നും അത്തരത്തിലുള്ള സംഭവത്തെ വഴിതിരിച്ചു വിടുന്ന പോസ്റ്റുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിട്ടും ഇത്തരത്തിലുള്ള ഒരു കരുതൽ സ്വീകരിക്കാൻ പോലീസ് സാധിച്ചിട്ടില്ല എന്നുള്ളത് BJP അടക്കമുള്ളവർ കടുത്ത ആക്ഷേപം ഉന്നയിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പൊടുന്നനെ ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുമെന്നും വർഗീയവൽക്കരിക്കുന്ന പോസ്റ്റുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിൽ പോലീസ് സജീവമാകുന്നത്. വ്യക്തമാണ്. കോട്ടയം പൂഞ്ഞാറിൽ വൈദികനെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിലെന്ന സൂചന. അതിനിടെ സോഷ്യൽ മീഡിയയിൽ വർഗീയവൽക്കരിക്കുന്ന പോസ്റ്റുകൾക്കെതിരെ നടപടിയുമായി പോലീസും എത്തുന്നുണ്ട്. അന്വേഷണം തുടരുന്നതിനിടെ സംഭവം യാദൃച്ഛികമെന്ന പോലീസും പ്രതികരിക്കുന്നു. അറസ്റ്റ് വൈകുന്നതിനെതിരെ നാട്ടുകാർക്കിടയിലും പ്രതിഷേധം രൂക്ഷമാവുകയാണ്. മിഥുൻ അയ്യപ്പനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.